ആർ ശ്രീജിത്ത് നിയമസഭയിലെ മീഡിയ റൂമിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, അല്പസമയത്തിനകം യഥാർത്ഥത്തിൽ ബജറ്റ് സമ്മേളനത്തിൽ ബജറ്റ് അവതരിപ്പിക്കപ്പെടും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇനി മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത് നിയമസഭയിൽ ബജറ്റ് അവതരണത്തിന്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ സഭയുടെ ഫ്ലോറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്പീക്കർ വരുന്നതിനുള്ള ബെല്ലടിച്ചിരിക്കുകയാണ്. സ്പീക്കർ അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ നിയമസഭയിലെത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ വളരെ പ്രതീക്ഷയോടെ ആളുകൾ കാണുന്നുണ്ട്. ബജറ്റ് അവതരണത്തിനായിരിക്കുമോ ധനമന്ത്രിക്ക് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? എന്തായാലും മുഖ്യമന്ത്രിയുടെയൊക്കെ അനുവാദം ചോദിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി പോവുകയായിരിക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ അനുഗ്രഹം എന്ന വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സഹമന്ത്രിമാരൊക്കെ തന്നെ അദ്ദേഹത്തോട് കുശലം പറയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം ബജറ്റ് അവതരിപ്പിക്കപ്പെടും. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറും അദ്ദേഹം സഭയിലേക്ക് കടന്നിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ബജറ്റ് അവതരണം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. തുടരുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, അങ്ങേക്ക് 2025-26 മുതൽ 2027-28 വരെയുള്ള മീഡിയം ടേം ഫിസ്ക്കൽ പ്ലാൻ അടക്കമുള്ള സ്ട്രാറ്റജി സ്റ്റേറ്റ്മെൻറ്റുകളും 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളുടെ അന്തിമ സ്റ്റേറ്റ്മെൻറ്റും കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധി ബോർഡിൻ്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ഫിഡലിറ്റി സർട്ടിഫിക്കറ്റും 2024 സാമ്പത്തിക അവലോകനവും മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കാവുന്നതുമാണ്. യെസ് സർ, നമുക്ക് നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും അനുസരിച്ച് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് എക്കണോമിക് റിവ്യൂ ടേബിളിൽ വയ്ക്കേണ്ടതാണ്. അത് പാർലമെൻറ്റിലും നിയമസഭയിലും വരുന്ന കീഴ്വഴക്കമാണ്. നമ്മുടെ നിലവിലെ പൊതു സാമ്പത്തിക സ്ഥിതിയും അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും ബജറ്റിന് മുമ്പായി പ്രത്യേകമായി അറിയുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് റിവ്യൂ നേരത്തെ തന്നെ അംഗങ്ങൾക്ക് കിട്ടി. ഇതിനു മുമ്പ് ഒരിക്കൽ വയ്ക്കാൻ പറ്റാതായ സാഹചര്യത്തിൽ എക്കണോമിക് റിവ്യൂ സർക്കുലേറ്റ് ചെയ്തിരുന്നു. ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നൊരു സംഭവമാണ്. ഷാഗ്ദാൻ ഗൗൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ദി ഇക്കണോമിക് സർവേ വിച്ച് ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി ഹെൽത്ത് ഓഫ് national economy is laid on the table one day in advance. This being an important document is widely circulated. സർ, ഇതുപോലെ തന്നെ ഈ സഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എക്കണോമിക് റിവ്യൂ വെക്കാത്തതിന് ഞാൻ ഇതുപോലെ ഒരു പോയിന്റ് ഓഫ് ഓർഡർ 11/3/2022 ഉന്നയിക്കുകയുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട ചെയർ ആ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു കാരണവശാലും ഒരു പ്രീസിഡൻ്റാക്കി മാറ്റരുത്, ഇത് ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത് എന്ന് ചെയറിൻ്റെ നിർദ്ദേശം, റൂളിംഗ് കൃത്യമായിട്ട് ഈ കേസിലുണ്ടായിരുന്നു. എന്നിട്ട് വിത്തിൻ 2 years ആ ചെയറിൻ്റെ റൂളിംഗ് തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ എക്കണോമിക് റിവ്യൂ സർക്കുലേറ്റ് ചെയ്യാതെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ദെയർ ഈസ് ആൻ ഇംപ്രോപ്പറേറ്റി. ഞാനത് അങ്ങേ ചൂണ്ടിക്കാണിക്കുന്നു. അത് വേണ്ട നടപടികൾ, കർശനമായ നടപടികൾ, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ ബഹുമാനപ്പെട്ട ചെയറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മിനിസ്റ്റർ, എനി ക്ലാരിഫൈ മിനിസ്റ്റർ? സർ, ഇത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം ഇവിടെ സമയത്ത് എത്തിച്ചതാണ്. ആകെ ഒരു പ്രശ്നം, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി തീരുമാനിച്ചനുസരിച്ചാണ് നമ്മൾ ഈ ഫസ്റ്റ് ഡേ 7-ാം തീയതി തുടങ്ങുന്നു, അന്ന് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുള്ള സ്ഥിതി വന്നത്. ഫിഡലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലും നേരത്തെ അങ്ങയുടെ ഒരു റൂളിംഗ് ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ രണ്ട് സമയത്താണ്. 2 സമയത്തിൽ ആദ്യം തന്നെ ഡിസംബർ 31 മുമ്പ് ഫിഡലിറ്റി സർട്ടിഫിക്കറ്റ് വെക്കണം, അത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആനുവൽ റിപ്പോർട്ട് കൂടെ അടിച്ചിട്ട് ഒരുമിച്ച് അതെന്നേ ഉള്ളൂ, 2 കൂടെ ചേർത്താണ്. അത് നേരത്തെ തന്നെ ഇവിടെ ലേ ചെയ്തിട്ടുണ്ട്, ആ പ്രൊസീജിയർ പൂർത്തീകരിച്ചിട്ടുണ്ട്. എക്കണോമിക്സ് റിവ്യൂവിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ ആ കാര്യം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഒറ്റ ദിവസം ആയി എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് സാർ.